ഹലോ! നമ്മള് 9th ചാപ്റ്ററിലേക്ക് പോവാണ്. 9th ചാപ്റ്ററിന്റെ പേരാണ് മധൂസ് വിഷ്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് ഈ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കിയാലോ? Madhu loved food. He always wanted to eat different kinds of food and snacks. He was never tired of eating. Every day at noon, he would sit under a banyan tree and eat his lunch. മധു എന്നൊരു കുട്ടി കണ്ടോ, ഇതാണ് മധു. മധുവിന് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഒരിക്കലും ഭക്ഷണം കഴിച്ച് തളർന്നു പോയില്ല. അവന് ഏത് തരം ഫുഡ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. വെറൈറ്റി ഓഫ് ഫുഡും സ്നാക്സും ഒക്കെ എപ്പോഴും കിട്ടിയിരുന്നെങ്കിൽ അതൊക്കെ കഴിക്കാൻ എന്ത് രസമായിരുന്നു എന്ന് എപ്പോഴും അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവനൊരു ബാനിയൻ ട്രീയുടെ അടിയിലിരുന്നിട്ടാണ് ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നത്. One day as he was eating, an old man came. Madhu felt sorry for him and shared his food with him. എല്ലാ ദിവസത്തെയും പോലെ മധു ഒരു ദിവസം ബനിയൻ ടീയുടെ ഇടയിൽ ഇരുന്നിട്ട് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരാൾ അങ്ങോട്ട് വന്നു. അപ്പോൾ എത്ര ഫുഡ് ഇഷ്ടമാണെങ്കിലും മധു സെൽഫിഷ് അല്ല. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫുഡാണിത്, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ കഴിക്കുകയുള്ളൂ, അങ്ങനെയല്ല. മധുവിന് ഈ ഒരു പ്രായമായ വൃദ്ധൻ്റെ അടുത്ത് വിഷമം തോന്നി. മധു അവൻ്റെ ഫുഡ് ആ ഒരു ഓൾഡ് മാനുമായിട്ട് ഷെയർ ചെയ്തു. The old man was so happy that as he was leaving, he said, "My child, you have been so kind. In return, you can wish for anything from this tree and it will be granted." Madhu felt very happy. ഒരു ചെറിയ കുട്ടിയാണ്, എന്നാലും ഞാൻ ഉച്ചയ്ക്ക് വിശന്ന് വന്നപ്പോൾ അവൻ്റെ ഫുഡൊന്ന് കുറച്ച് എനിക്ക് തന്നു എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി കാണും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പോവാൻ നേരം ഈ ഒരു ഓൾഡ് മാൻ മധുവിനോട് പറഞ്ഞു, "നീ ഭയങ്കര കൈൻഡായിരുന്നു, എന്നോട് വളരെയധികം ദയ കാണിച്ചു. ഇൻ റിട്ടേൺ, അതിന് പകരമായിട്ട് ഈ ഒരു ബനിയൻ ട്രീയോട് നിനക്ക് എന്തെങ്കിലും ഒരു വിഷ് ചോദിക്കാം. ആ ബനിയൻ ട്രീ അത് നിനക്ക് സാധിച്ചു തരും." What do you think Madhu will do now? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മധു ഇപ്പൊ എന്തായിരിക്കും ചെയ്യാ? മധു felt very happy. മധുവിന് വളരെ സന്തോഷമായി. He thought, I can ask for different types of food and enjoy them forever. Of course, അല്ലേ? മധുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഭക്ഷണമാണ്, ഫുഡാണ്. അപ്പം മധു അപ്പം തന്നെ വിചാരിച്ചു, ഞാൻ എല്ലാ ടൈപ്സ് ഓഫ് ഫുഡും ഈ ട്രീയോട് ചോദിക്കും, എന്നിട്ട് ജീവിതകാലം മുഴുവൻ അത് എൻജോയ് ചെയ്യും. He sat there and closing his eyes and said, "Oh tree, let me have different types of food, nothing else." അവൻ ആ മരത്തിന്റെ അടിയിലിരുന്നിട്ട് കണ്ണടച്ച് മരത്തിനോട് പറഞ്ഞു, "ഓ ട്രീ, എനിക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് മതി, വേറെ ഒന്നും വേണ്ട." He heard a voice from the tree. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ട്രീന്റെ അടുത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. "You don't want anything else?" നിനക്ക് വേറെ ഒന്നും വേണ്ടേ? Think it over. നിനക്ക് ഒന്നും വേണ്ട, ഉറപ്പാണോ? ഒന്നുകൂടെ ചിന്തിച്ചു നോക്കൂ. Without thinking, Madhu said, "Nothing else." കൂടുതൽ ഒന്നും ചിന്തിക്കാതെ മധു പറഞ്ഞു, വേറെ ഒന്നും വേണ്ട എനിക്ക്. First he asked for laddus. ആദ്യം തന്നെ മധു എന്താ ആഗ്രഹിച്ചത്? എനിക്ക് ലഡ്ഡൂസ് വേണം. At once a basket full of laddu appeared. കണ്ടോ? പെട്ടെന്ന് തന്നെ അവിടെ ഒരു വലിയ പാത്രം നിറയെ ലഡു പ്രത്യക്ഷപ്പെട്ടു. What do you think will happen now? ഇനി എന്തായിരിക്കും സംഭവിക്കുക? He happily started eating it. After some time, he got bored. മധു വളരെ സന്തോഷത്തോടെ ലഡു കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ മധുവിന് ബോറടിച്ചു. അങ്ങനെയാണല്ലേ, എന്ത് ഫുഡായാലും നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ അതിന് നല്ല രുചി തോന്നും. പക്ഷേ കുറെ കഴിച്ചാൽ എന്താ സംഭവിക്കുക? നമുക്ക് ബോറടിക്കും, അതിനൊരു മടുപ്പ് തോന്നും. അതുപോലെ തന്നെ മധുവിനും കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. Then he thought of colorful fruits. Immediately, fruit in baskets appeared. അതിനുശേഷം അവൻ മനസ്സിൽ കളർഫുൾ ആയിട്ടുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട് ആഗ്രഹിച്ചു. പെട്ടെന്ന് തന്നെ ഒരു വലിയ ബാസ്ക്കറ്റ് നിറയെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ് അവിടെ പ്രത്യക്ഷപ്പെട്ടു.
He started eating them. There were grapes, mangoes, apples, bananas, jackfruit, melons, guavas, oranges and many more. കണ്ടല്ലോ ഈ ഫ്രൂട്ട്സ് ഒക്കെ ആ ഒരു ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നു. അവൻ ഹാപ്പി ആയിട്ട് ഓരോ ഫ്രൂട്ട്സും കഴിക്കാൻ തുടങ്ങി. Then he got bored eating only fruits. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ടും അവന് ബോറടിക്കാൻ തുടങ്ങി. He asked for savories. Savories എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സോൾട്ടി ആയിട്ട് അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള പലഹാരങ്ങളാണ്. Immediately, savories like matri, samosas, kachori, potato chips and vada appeared in huge baskets. He happily started eating them. അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ച് മടുത്തപ്പോൾ അവന് പലഹാരങ്ങളൊക്കെ കഴിക്കാൻ തോന്നി. പെട്ടെന്ന് അവൻ മനസ്സിൽ സേവറീസിനെ പറ്റി ആലോചിച്ചു. അപ്പോഴാണെങ്കിലോ ഒരു ബാസ്ക്കറ്റ് നിറയെ വട, സമൂസ, കച്ചോരി അങ്ങനെ പലതരം പലഹാരങ്ങൾ വന്നു. അവൻ വേഗം അതൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. As he was eating, he suddenly got hiccups. Hiccups എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മലയാളത്തിൽ ഇക്കിള് വരുന്നു എന്നൊക്കെ പറയും അല്ലേ? ഹിപ്പ് ഹിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഹിക്കപ്സ് വന്നുകൊണ്ടിരിക്കും. He wanted water. He looked around. പെട്ടെന്ന് അവന് വെള്ളം കുടിക്കാൻ തോന്നി. കാരണം ഇക്കിള് വന്നാൽ അല്ലെങ്കിൽ ഹിക്കപ്സ് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക എന്താ? വെള്ളം കുടിക്കുകയാണല്ലേ? അവൻ പെട്ടെന്ന് വെള്ളത്തിന് വേണ്ടി ചുറ്റും നോക്കി. There was food everywhere but no water. അവന്റെ ചുറ്റും അവൻ ആഗ്രഹിച്ച പലതരം ഫുഡ് ബാസ്ക്കറ്റുകളെല്ലായിട്ട് നിരന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ എവിടെയും വെള്ളം കണ്ടില്ല. He asked for water but the tree said, "You wanted only food, not water." അപ്പോൾ ട്രീന്റെ അടുത്ത് അവൻ ചോദിച്ചു, ട്രീ എനിക്ക് കുറച്ച് വെള്ളം തരുമോ? അപ്പൊ ട്രീ എന്തായിരിക്കും പറയാ? നീ ആഗ്രഹിച്ചത് ഭക്ഷണം മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്നല്ലേ? ഇല്ല, എനിക്ക് വെള്ളം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. So what if I don't get water? I will have sharbat, kheer and badam milk for my thirst. എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താ? ഞാൻ ഭക്ഷണം വേണമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ വെള്ളത്തിന് പകരം ബദാം മിൽക്കോ അല്ലെങ്കിൽ പായസമോ ഷർബത്തോ അതെന്തെങ്കിലും ചോദിക്കാം. അത് ഉറപ്പായിട്ടും ട്രീ തരുമല്ലോ. അത് കുടിച്ചാൽ എൻ്റെ ഇക്കിള് അല്ലെങ്കിൽ ഹിക്കപ്സ് മാറുമായിരിക്കും എന്ന് മധു വിചാരിച്ചു. Soon these appeared in jugs. അതൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ സർബത്തും ബദാം മിൽക്കും ഒക്കെ ചുറ്റും പ്രത്യക്ഷപ്പെട്ടു. മധു drank them all, but the hiccups did not stop. മധു പെട്ടെന്ന് ഷർബത്ത് എടുത്ത് കുടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ബദാം മിൽക്ക് എടുത്തൊക്കെ കുടിക്കാൻ തുടങ്ങി. പക്ഷേ മധുവിന്റെ ഹിക്കപ്സ് പോയില്ല. They became louder. അത് പിന്നെയും പിന്നെയും കൂടിക്കൂടി വന്നു, ഭയങ്കര ഉച്ചത്തിലായി. He was now desperate for water. ഇത്രയായപ്പോഴേക്കും മധുവിന് മടുത്തു. നിറയെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, പിന്നെ ഈ ഹിക്കപ്സും കണ്ടിന്യൂസ് വരുന്നു. എന്ത് കഴിച്ചിട്ടും ഹിക്കപ്സ് മാറുന്നില്ല. അതോടെ മധുവിന് ആകെ മടുത്തു. എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവന് തോന്നിത്തുടങ്ങി. He prayed to the tree, "May all this food disappear and let me have water instead." അവൻ കണ്ണടച്ച് ട്രീയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ഭക്ഷണം എല്ലാം അപ്രത്യക്ഷമായിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് അതിന് പകരം കുറച്ച് വാട്ടർ മാത്രം മതി. Are you sure? The voice from the tree asked. Are you sure? നിനക്ക് ഉറപ്പാണോ? ട്രീ ചോദിച്ചു. Yes, I am sure. Now I know the importance of water. No other drink can replace water. Please give me just water. അപ്പൊ മധു പറഞ്ഞു, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എനിക്ക് വേറെ ഒന്നും വേണ്ട, ബാക്കി എല്ലാം ഡിസപ്പിയർ ആയി പോയിക്കോട്ടെ, എനിക്ക് വെള്ളം മാത്രം മതി. എനിക്കിപ്പോൾ മനസ്സിലായി, വേറെ എന്ത് ഡ്രിങ്ക് കഴിച്ചിട്ടും അതിന് വെള്ളത്തിന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വെള്ളം മാത്രം മതി. A jug of water appeared. Thirsty, Madhu drank as though he had never seen water. His hiccup stopped and he was no longer thirsty. പെട്ടെന്ന് ചുറ്റുമുള്ള എല്ലാ ഫുഡും അപ്രത്യക്ഷമായിട്ട് അതിനു പകരം ഒരു ജഗ് വാട്ടർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മധു പെട്ടെന്ന് വെള്ളം എടുത്തിട്ട് നല്ല സ്പീഡിൽ ഗുളുഗുളുഗുളൂന്ന് കുടിക്കാൻ തുടങ്ങി. അതായത് അതിന്റെ മുമ്പ് ഞാൻ വെള്ളം കണ്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് മധു വെള്ളം കുടിക്കുന്നത്. His hiccup stopped. അവന്റെ ഹിക്കപ്സും സ്റ്റോപ്പായി. ആൻഡ് ഹി വാസ് നോ ലോങ്ങർ തേഴ്സ്റ്റി. അവന്റെ എല്ലാ ദാഹവും മാറി. അവനിപ്പോ ഒട്ടും ദാഹം ഉണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ട് സ്റ്റോറി? നല്ല സ്റ്റോറിയാണല്ലേ? ഇതേപോലെ നിങ്ങൾക്കൊരു വിഷയം കിട്ടുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ആഗ്രഹിക്കുക?
നിങ്ങളും മധുവിനെ പോലെ ചോക്ലേറ്റ്സ് വേണം, പലഹാരങ്ങൾ വേണം എന്നായിരിക്കുമോ ആലോചിക്കുക? നമുക്ക് ന്യൂ വേർഡ്സ് നോക്കാം. ഫോർ എവർ. എന്താ ഫോർ എവർ? ഫോർ ഓൾ ടൈം, എല്ലായ്പ്പോഴും. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്. അപ്പിയേർഡ്. അപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക. അതായത് മുന്നേ ഇല്ലാത്തൊരു സാധനം പെട്ടെന്ന് അവിടെ വരുന്നതിനാണ് അപ്പിയേർഡ് എന്ന് പറയാം. സേവറീസ്. നമ്മൾ ചാപ്റ്ററിൽ കണ്ടു അല്ലേ? സേവറീസ് എന്ന് പറഞ്ഞാൽ സമൂസാസ്, കച്ചോരീസ്, വട എന്ന പോലത്തെ സോൾട്ടി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള പലഹാരങ്ങൾക്കാണ് സേവറീസ് എന്ന് പറയുന്നത്. ഹിക്കപ്സ്. ഹിക്കപ്സ് എന്ന് പറഞ്ഞാൽ ഇക്കിള്. ഡിസപ്പിയർ. ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ അപ്പിയേർഡിന്റെ ഓപ്പോസിറ്റ് ആണ്. അത് അപ്രത്യക്ഷമാവുക. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സാധനം പെട്ടെന്ന് അവിടെ നിന്ന് ഇല്ലാതായി പോവുക. ഇൻസ്റ്റഡ്. ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പകരം. അതായത് ഇതിന് പകരം വേറൊന്ന് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ ഇൻസ്റ്റഡ് ഓഫ് ദിസ് സം അതർ തിങ്സ്. റീപ്ലേസ്. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ നമ്മൾ മാറ്റി അതിനു പകരം വേറൊന്ന് ഉപയോഗിക്കുന്നതിനാണ് റീപ്ലേസ് എന്ന് പറയുന്നത്. തേഴ്സ്റ്റി. ദാഹം. തേഴ്സ്റ്റി, ദാഹിക്കുക, ദാഹം. ആൻസർ ദ ഫോളോയിങ്. വാട്ട് ഡിഡ് മധു എൻജോയ്? മധുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരുന്നു? മധു എൻജോയ്ഡ് ഈറ്റിംഗ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്. ഡു യു തിങ്ക് ദ ഓൾഡ് മാൻ ഹാഡ് മാജിക്കൽ പവേഴ്സ്? ഹൗ ഡു യു നോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ ഓൾഡ് മാന് മാജിക്കൽ പവേഴ്സ് ഉണ്ടായിരുന്നോ? ഹൗ ഡു യു നോ? Yes, the old man had magical powers because he granted Madhu a wish through the tree. Why did the tree ask Madhu to think over his wish? മധുവിനോട് എന്തുകൊണ്ടായിരിക്കും ട്രീ പറഞ്ഞത്? തിങ്ക് ഓവർ, ഒന്നുകൂടി ചിന്തിക്കൂ എന്ന് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? The tree asked Madhu to think over his wish because it wanted to him to be sure he was asking for the right thing. അപ്പോൾ മധുവിന്റെ വിഷ് വേസ്റ്റ് ആക്കാതെ കറക്റ്റ് ആയിട്ടുള്ള വിഷ് ചോദിക്കണമെന്നാണ് ട്രീ വിചാരിച്ചത്. നെയിം സം ഓഫ് ദ തിങ്സ് ദാറ്റ് മധു ate. മധു എന്തൊക്കെയായിരുന്നു കഴിച്ചത്? മധു ate ലഡ്ഡൂസ്, ഫ്രൂട്ട്സ്, സമോസാസ്, കച്ചോരി ആൻഡ് വട. അല്ലെങ്കിൽ ലഡ്ഡൂസ്, ഫ്രൂട്ട്സ് ആൻഡ് സേവറീസ്. ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ഹിക്കപ്സ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഹിക്കപ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അപ്പം നിങ്ങളുടെ ആൻസർ എഴുതുക കേട്ടോ. ഒരു എക്സാമ്പിൾ ആൻസർ ഞാൻ കൊടുക്കാം. യെസ്, ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഹിക്കപ്സ്. വാട്ട് ഡു യു ഡു വെൻ യു ഗെറ്റ് ഹിക്കപ്സ്? നിങ്ങൾക്ക് ഹിക്കപ്സ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറ്? ഐ ഡ്രിങ്ക് വാട്ടർ വെൻ ഐ ഗെറ്റ് ഹിക്കപ്സ്. ഡു യു തിങ്ക് വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ്? വൈ ഡു യു തിങ്ക് സോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെള്ളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? യെസ്, ഐ തിങ്ക് വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് കീപ്സ് അസ് അലൈവ്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ വെള്ളമുള്ളത് കൊണ്ടാണല്ലേ? ഇഫ് യു വെയർ ഇൻ മധുസ് പ്ലേസ്, വാട്ട് വുഡ് യു വിഷ് ഫോർ ആൻഡ് വൈ? നിങ്ങൾ മധുവിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് വിഷ് ചെയ്യായിരുന്നു? ആലോചിച്ച് നോക്കിയേ. തിങ്ക് ഇറ്റ് ഓവർ. കറക്റ്റായിട്ട് ആലോചിച്ചിട്ട് തന്നെ എഴുതണം കേട്ടോ. ഇഫ് ഐ വെയർ ഇൻ മധുസ് പ്ലേസ്, ഐ വുഡ് വിഷ് ഫോർ ഗുഡ് ഹെൽത്ത് ഫോർ മൈ ഫാമിലി. അതൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, അത് അതുപോലെ എഴുതാം. മധു എൻജോയ്ഡ് ദ ഫോളോയിങ് ഐറ്റംസ്. റൈറ്റ് ദം ഇൻ കറക്റ്റ് ബാസ്കറ്റ്. ഇവിടെ ഒരു ബാസ്കറ്റിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഏത് ഹെഡിങ്ങിൻ്റെ അടിയിലാണ് വരിക എന്ന് നിങ്ങൾ സോർട്ട് ചെയ്ത് എഴുതണം. ഫസ്റ്റ് ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, സോൾട്ടി, സ്നാക്സ്. എന്തൊക്കെയായിരുന്നു ഇതിലുള്ള ഫ്രൂട്ട്സ്? ബനാന, മെലൺ, ഗുവാവ, ജാക്ക് ഫ്രൂട്ട് അല്ലേ? അതേപോലെ സ്വീറ്റ്സോ? ഖീർ, ലഡു. പിന്നെ സോൾട്ടി സ്നാക്സോ? കച്ചോരി, പൊട്ടാറ്റോ ചിപ്സ്, വട, സമോസ. അടുത്തത്, റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. മധു ഷെയർഡ് ഹിസ് ഫുഡ് വിത്ത് ദ ഓൾഡ് മാൻ. ഹി ഈസ് കൈൻഡ്. ഈ സെന്റൻസ് കണ്ടോ? ഹി ഷെയർഡ് ഹിസ് ഫുഡ്. ഈ ഒരു ആക്ഷൻ കാരണം
നമുക്കതിനെ പറയാം ഹി ഈസ് കൈൻഡ്. അവൻ കൈൻഡ് ആയതുകൊണ്ടാണ് അവൻ ഫുഡ് ഷെയർ ചെയ്തത് അല്ലേ? അപ്പോൾ ഒരു സെന്റൻസിലുള്ള ഇതേപോലത്തെ ഒരു ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ അവൻ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നോക്കി നമുക്കതിനൊരു വൺ വേർഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. നോക്കിയേ, മധു വാണ്ടഡ് ടു ഈറ്റ് എവറിത്തിങ്. എല്ലാ സാധനവും കഴിക്കണമായിരുന്നു. ഹി ഈസ് ഗ്രീഡി. The old man gave a special gift to Madhu. He is generous. ഓൾഡ് മാന് മധുവിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തു. ഹി ഈസ് ജനറസ്. ജനറസ് എന്ന് പറഞ്ഞാൽ ഉദാര മനസ്കൻ, അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവർക്ക് എന്ത് സാധനങ്ങൾ കൊടുക്കാനും താല്പര്യമുള്ള ഒരാളാണെന്നാണ് അതിനർത്ഥം. ചൂസ് എ വേർഡ് ഫ്രം ദ ബോക്സ് ടു ഡിസ്ക്രൈബ് ദ പീപ്പിൾ ബിലോ. അപ്പൊ നേരത്തെ കണ്ട അതേപോലത്തെ സെന്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസ് വായിച്ചിട്ട് അതിന് ചേരുന്ന ഒരു വേർഡ് ഈ ബോക്സിൽ നിന്ന് എഴുതി നിങ്ങൾ ഈ ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്യണം. പ്രമോദ് ഡസന്റ് ഷെയർ ഹിസ് ടോയ്സ് വിത്ത് എനി വൺ. ഹി ഈസ് ബ്രേവ്. ആണോ? ബ്രേവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യമുള്ള ആള്. പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമാശീലനും വിനയമുള്ള ഒരാള്. സെൽഫിഷ്. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളാണ് സെൽഫിഷ്. ലേസി. ലേസി എന്ന് പറഞ്ഞാൽ മടിയനായ ആള്. പ്രമോദ് എങ്ങനെയാണ്? ഹി ഡസന്റ് ഷെയർ ഹിസ് ടോയ്സ് വിത്ത് എനി വൺ. ഈസ് സെൽഫിഷ്. നമ്മൾ ടോയ്സ് ഒന്നും ആർക്കും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണല്ലേ. ദ വുമൺ സേവ്ഡ് ദ ബോയ് ഫ്രം ദ റോബർ. ഷീ ഈസ് ബ്രേവ്. Advait is always lying in bed and doing nothing. എപ്പോഴും ബെഡിൽ കിടന്ന് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരാളെ എന്താ നമ്മൾ പറയാ? ഷീ ഈസ് ലേസി. പ്രേരണ ഓൾവേസ് വിഷസ് എവ്രിവൺ ഇൻ ദ മോർണിംഗ്. ഷീ ഈസ് പൊളൈറ്റ്. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. സാം ഈസ് വാച്ചിങ് ടെലിവിഷൻ. പ്രഥം ഈസ് വാച്ചിങ് ടെലിവിഷൻ. Both Sam and Pratham are doing the same activity. ശരിയാണല്ലേ? സാം ടി വി കാണാണ്, പ്രഥമും ടി വി കാണാണ്. രണ്ടുപേരും ഒരേ ആക്ടിവിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The two sentences can be combined into a single sentence. ഈ രണ്ട് സെന്റൻസും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സെന്റൻസ് ആക്കി എഴുതാൻ പറ്റും. എങ്ങനെയാ? സാം ആൻഡ് പ്രഥം ആർ വാച്ചിങ് ടെലിവിഷൻ. സാമും പ്രഥമും ടെലിവിഷൻ കാണുകയാണ്. Now look at the following sentences. അതുപോലെ തന്നെ അടുത്തത് വേറെ കുറച്ച് സെന്റൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമൻ ഹാസ് എ പെൻ. അമൻ ഹാസ് എ പെൻസിൽ. അമൻ ഹാസ് എൻ ഇറേസർ. അമന് പെന്നുണ്ട്, അമന് പെൻസിൽ ഉണ്ട്, അമന് ഇറേസർ ഉണ്ട്. The three sentences talk about അമൻ. നേരത്തെ രണ്ടു പേരുടെ കാര്യമായിരുന്നു പറഞ്ഞത്. അവർ രണ്ടുപേരും ഒരേ കാര്യമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെയോ ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. അവന് കുറെ കാര്യങ്ങളുണ്ട്. The three sentences talk about അമൻ. The three sentences can be combined as one sentence using and. എങ്ങനെ എഴുതാം? The new sentence will be അമൻ has a pen, a pencil and an eraser. എങ്ങനെയാ? അമന് പെന്നുണ്ട്, പെൻസിൽ ഉണ്ട്, ഇറേസർ ഉണ്ട്. ഇത് വേറെ പറയുന്നതിന് പകരം അമൻ ഹാസ് എ പെൻ, എ പെൻസിൽ ആൻഡ് an eraser. Let us take one more example. ഇത് കൂടാതെ ഒരു എക്സാമ്പിളും കൂടി നോക്കാം. Sam work in the afternoon. പ്രഥം work at night. സാം ഉച്ചയ്ക്ക് ശേഷമാണ് വർക്ക് ചെയ്യുന്നത്. പ്രഥം രാത്രിയാണ് വർക്ക് ചെയ്യുന്നത്. അതിനെ എങ്ങനെ കമ്പൈൻ ചെയ്യാം? ബോത്ത് സെന്റൻസസ് ടോക്ക് അബൌട്ട് ഡൂയിങ് വർക്ക്. ഇവിടെ രണ്ടിന്റെയും കോമൺ എന്താണ്? വർക്കാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ബട്ട് ദേ ആർ ഡിഫറെന്റ് പീപ്പിൾ അറ്റ് ഡിഫറെന്റ് ടൈംസ്. പക്ഷേ അത് ഡിഫറെന്റ് ആളുകളാണ്, ഡിഫറെന്റ് ടൈംസിലാണ് അവരുടെ ജോലി ചെയ്യുന്നത്. The two sentences can be combined as Sam work in the afternoon but Pratham works at night. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെയുള്ള കോമൺ സെന്റൻസുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ് അത് ആൻഡ്, ബട്ട് ഒക്കെയാണ്. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് ആൻഡ് ഓർ ബട്ട്. ഇവിടെ കുറച്ച് സെന്റൻസുകൾ കൂടി തന്നിട്ടുണ്ട്. അതിനെയൊക്കെ നമുക്ക്
ആൻഡ് ഓർ ബട്ട് ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്ത് നോക്കാം. എങ്ങനെയാ? ഐ ഈറ്റ് എൻ ആപ്പിൾ, ഐ ഈറ്റ് എൻ ഓറഞ്ച്, ഐ ഈറ്റ് എ പീച്ച്. മൂന്നും ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്, കഴിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ മൂന്ന് ഡിഫറെന്റ് ഫ്രൂട്ട്സ് ആണ്. ഇതിനെ എങ്ങനെ എഴുതാം? I eat an apple, comma, an orange, comma, and a peach. കണ്ടോ? അടുത്തത് I like to watch cartoon, my sister like to watch movies. ഇവിടെ but ഉപയോഗിച്ചിട്ട് എഴുതാം. രണ്ടും ഡിഫറെന്റ് കാര്യങ്ങളാണ്. I like to watch cartoons, but my sister like to watch movies. Next, അനിത പ്ലേസ് വോളിബോൾ, അഞ്ജു പ്ലേസ് വോളിബോൾ. രണ്ടും സെയിം സാധനങ്ങളാണല്ലേ? രണ്ടും സെയിം ആവുമ്പോൾ ആൻഡും ഡിഫറെന്റ് ആവുമ്പോൾ ബട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെ എഴുതാം? അനിത ആൻഡ് അഞ്ജു പ്ലേ വോളിബോൾ. ആൻഡ് അടുത്ത സെന്റൻസ്, ഡോൾമ വാണ്ട്സ് എ ന്യൂ കോമിക് ബുക്ക്. ഷീ ഹാസ് സ്പെൻഡ് ഓൾ ഹർ പോക്കറ്റ് മണി ഓൺ സ്വീറ്റ്സ്. Dolma wants a new comic book, but she has spent all her pocket money on sweets. Rajesh wants to go to the park. He has not finished his homework. Again, but. Rajesh wants to go to the park, but he has not finished his homework. Your teacher will read parts of the story. Listen carefully and tell the class what happened after that. നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ ഈ ഒരു സ്റ്റോറിയുടെ പാർട്സ് വായിച്ചു തരും. അത് ശ്രദ്ധയോടെ കേട്ടിട്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ പറയണം. ഫസ്റ്റ്, മധു സെഡ്, ഓ ട്രീ, ലെറ്റ് മീ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്, നത്തിങ് എൽസ്. അതിനുശേഷം എന്തായിരുന്നു സംഭവിച്ചത്? നിങ്ങൾ ഈ സ്റ്റോറി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം സ്വന്തമായിട്ട് പറയണം. ഓക്കെ? As he was eating, he suddenly got hiccups. He wanted water. എന്നിട്ടോ? ഇത് നിങ്ങൾക്ക് സ്റ്റോറിയിൽ നിന്ന് കിട്ടും. നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കണം. Complete the following story. Vijaya is a young girl. She lives with her father, mother, grandmother and grandfather in a small village. Each day, ഇതൊരു ചെറിയ സ്റ്റോറിയാണ്. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ സ്റ്റോറി ഇവിടെ എഴുതിയിട്ട് ഫിൽ ചെയ്യാം. എല്ലാവരുടെയും സ്റ്റോറി ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി എഴുതാം. Each day, Vijaya helps her family with chores and plays with her friends. She enjoys listening her grandmother's stories and helps her mother in kitchen. In the evening, the whole family gathers to share a meal and talk about their day. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറീസ് ഇവിടെ എഴുതണം. ഓക്കെ? Notice that the first letter of each word has the same letter. Carrots, cut carrots. Chandu cut carrots. ഈ വേർഡ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? The first letter of each word is C. Next, apples. 8 apples. Anu ate apples. The first letter of each word is A. Write down similar words as shown above using your name or any name of your choice. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഉപയോഗിച്ചിട്ട് ഇതേപോലെയുള്ള വേർഡ്സ് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? നോക്കാം. Songs. Sang songs. Sita sang songs. First letter of each word is S. ഇതേപോലെ നിങ്ങളുടെ പേര് വെച്ചിട്ടും ഈ ട്രയാങ്കിള് സ്വന്തമായി ഫിൽ ചെയ്യാൻ നോക്കുക. Read the incomplete sentences. Discuss with your friends and complete them. ഇവിടെ കുറെ ഇൻകംപ്ലീറ്റ് സെന്റൻസസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. Madhu shared his food with the old man because he felt sorry for him and wanted to help. Madhu was happy because the old man granted him a wish through the magical tree. After eating fruits, Madhu asked for savories because he got bored of eating only fruits and wanted something salty and different.
Madhu asked for water because he got hiccups and was very thirsty. Let's make a table mat. Materials needed: an A4 sheet paper, picture of various fruits and vegetables, bits and pieces of colored papers, glues and pencil or a sketch pen. അതായത് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പോവാണ്. പേപ്പറും ഗ്ലൂവും കളർ പേപ്പേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ടേബിൾ മാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇവിടെ കറക്റ്റായിട്ട് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഇത് ചെയ്തു നോക്കണം. On the A4 sheet, draw fruits or vegetables of your choice like an apple or mango or pear. ഒരു A4 ഷീറ്റ് എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സിന്റെ ചിത്രം അതിൽ വരയ്ക്കുക. Take the sheets of red colored paper, make small bits by tearing it. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റെഡ് പേപ്പർ എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കുക. Stick the bites of paper on the apple picture you have made. അപ്പോൾ ആപ്പിളിന് റെഡ് കളർ ഇതേപോലെ മുറിച്ച പേപ്പറുകൾ ഒട്ടിച്ച് ആപ്പിൾ ഉണ്ടാക്കുക. അതേപോലെ യെല്ലോ പേപ്പർ മുറിച്ചെടുത്തിട്ട് മാംഗോന്റെ മുകളിൽ ഒട്ടിച്ച് വെക്കുക. അതേപോലെ നിങ്ങൾക്ക് വേറെ ഏത് ഫ്രൂട്ട്സ് ആണോ നിങ്ങൾ വരയ്ക്കുന്നത് അതിൻ്റെയൊക്കെ കളറുള്ള പേപ്പർ മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കുക. യു ക്യാൻ കവർ ഇറ്റ് വിത്ത് എനി പ്ലാസ്റ്റിക് ഷീറ്റ് അവൈലബിൾ ഇൻ യുവർ ഹൗസ്. അതിന് വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുക. യുവർ ടേബിൾ മാറ്റ് ഇസ് റെഡി. ചെയ്തു നോക്കുവോ? ചെയ്തു നോക്കണം. അപ്പം നമ്മുടെ 9th ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. 10th ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.